إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان ആദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പരിശുദ്ധ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണേ എന്ന് എന്നോടും അതുപോലെ നിങ്ങളോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ജീവിതത്തിലൂടെ അവന്റെ പ്രീതിയും ഇഷ്ടവും നേടിയെടുക്കുവാനും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ അവന്റെ സ്വാലിഹീങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ശഅബാൻ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതായത് ഈ വർഷത്തെ റമദാനിന് തൊട്ടു മുമ്പുള്ള വെള്ളിയാഴ്ച. അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് നമ്മൾ റമദാനിലെ ആദ്യത്തെ ജുമുഅയിലായിരിക്കും. റമദാൻ എന്നത് ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും അനുഗ്രഹീതമായ ദിവസങ്ങളാണ്. അവന്റെ ഒരു വർഷത്തിലെ കാലത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയവും കാലവുമാണ് പരിശുദ്ധ റമദാനിന്റെ ആ ദിവസങ്ങൾ, ആ രാത്രികൾ എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി അവൻ വിശ്വാസി എന്നുള്ള നിലയ്ക്ക് ഏറ്റവും അധികം കൊതിക്കേണ്ട ഒന്നാണ് ഒരു റമദാൻ തന്റെ ജീവിതത്തിൽ ലഭിക്കുന്നു അല്ലെങ്കിൽ ആഗതമാകുക എന്നുള്ളത്. കാരണം ഒരു റമദാൻ കൊണ്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുകയും നഷ്ടപ്പെട്ടു പോയ തന്റെ ജീവിതത്തെ തിരിച്ചു പിടിക്കുകയും ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. ഓരോ റമദാനിലും അത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നരകത്തിന്റെ വക്കിലൂടെ സഞ്ചരിച്ച ആ ജീവിത സഞ്ചാരത്തിന്റെ ഗതിയെ മാറ്റുകയും ദിശയെ മാറ്റുകയും തിരിഞ്ഞ് സ്വർഗത്തിന്റെ പാതയിലേക്ക് മാറി നടക്കുവാനും തങ്ങളുടെ ജീവിതത്തിന്റെ പോക്കിനെ തന്നെ അതിന്റെ ഗതിയെ തന്നെ മാറ്റുവാനും കാരണമായ ഒരുപാട് പേർക്ക് കാരണമായ ഒരു അവസരമാണ് റമദാൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ
ആ ജീവിതത്തിലേക്ക് റമദാൻ വരുന്നു, സമാഗതമാകുന്നു എന്നത് അവൻ ഏറെ അനുഭൂതിയും സന്തോഷവുമെല്ലാം നൽകുന്ന ഒന്നാണ്. ആ സന്തോഷമെന്നത് റമദാനിൽ നമ്മൾ കഴിക്കുന്ന വിഭവങ്ങളെയോ നമ്മൾ അനുഭവിക്കുന്ന സൗകര്യങ്ങളെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭൗതികമായ കാര്യങ്ങളെയോ ഉദ്ദേശിച്ചുകൊണ്ടോ അതിൽ താല്പര്യപ്പെട്ടുകൊണ്ടോ അല്ല, മറിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞ ഈമാനികമായിട്ടുള്ള വിശ്വാസപരമായ കാരണങ്ങളാലുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ സമാഗതമായാൽ അവിടുത്തെ സ്വഹാബത്തിനെ ഇങ്ങനെ അറിയിക്കുമായിരുന്നു എന്നാണ്. ഒരു അനുമോദനം അറിയിക്കുന്ന പോലെ, ഒരു ആശംസ അറിയിക്കുന്നത് പോലെ, ആതാക്കും റമദാൻ, നിങ്ങളിലേക്ക് റമദാൻ വന്നെത്തിയിരിക്കുന്നു. ഷഹ്റുൻ മുബാറക്, അനുഗ്രഹീതമായ ഒരു മാസം. ഫറളല്ലാഹു അലൈക്കും അസ്സ വജല്ല സിയാമഹു, ആ മാസത്തിൽ നോമ്പെടുക്കുക എന്നുള്ളത് അല്ലാഹു നിങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. തുഫ്തഹു ഫീഹി അബ്വാബുസ് സമാ, ആ മാസത്തിൽ ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നു. വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം, നരകത്തിന്റെ വാതിലുകൾ അടക്കപ്പെടുന്നു. വതുഗല്ലു ഫീഹി മറദത്തുശ് ശയാത്തീൻ, ആ മാസത്തിൽ മല്ലന്മാരായ പിശാചുക്കൾ പോലും ബന്ധനസ്ഥരാക്കപ്പെടുന്നു. ലില്ലാഹി ഫീഹി ലൈലത്തുൻ ഖൈറുൻ മിൻ അൽഫി ശഹർ, ആ മാസത്തിൽ അല്ലാഹുവിന്റെ ഒരു ദിവസമുണ്ട്, ഒരു രാത്രിയുണ്ട്, 1000 മാസങ്ങളെക്കാളും ശ്രേഷ്ഠമായ മാസം, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു രാത്രി. മൻ ഹുരിമ ഫീഹാ ഫഖദ് ഹുരിം, അത് ആർക്കെങ്കിലും തടയപ്പെട്ടാൽ അവന് എല്ലാം തടയപ്പെട്ടിരിക്കുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ആഹ്വാനം, ഒരു അറിയിപ്പ് നടത്തുകയാണ്. ഇതാ മാസം വരുന്നു, സമാഗതമാകുന്നു എന്നുള്ളത്. അതൊരു ആഹ്വാനമാണ്. എന്തിനുള്ള ആഹ്വാനം? ഇതാ വരുന്നുണ്ട്, തയ്യാറെടുക്കൂ, ഒരുങ്ങിക്കൊള്ളൂ എന്നുള്ള ആഹ്വാനം. അതുകൊണ്ടാണ് ഇബ്നു റജബ് റഹിമഹുല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിനെ പറ്റി പറഞ്ഞത്, ഹാദൽ ഹദീസ് അസ്ലുൻ, ഈ ഹദീസ് ഒരു അസ്ലാണ്, ഒരു അടിസ്ഥാനമാണ്. ഫീ തഹ്നിയത്തിൽ മുസ്ലിമീന ബഅദുഹും ബഅദ, വിശ്വാസികൾ പരസ്പരം ഒരു ആശംസ അറിയിക്കുന്നതിൽ ബിഹാദ ശഹ്റിൽ കരീം, ഇതാ ഈ മാസം വരാനുണ്ട് അല്ലെങ്കിൽ വരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ആശംസ ഇതാ ഇങ്ങനെ വരുന്നുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലേക്ക് വിരുന്നുകാർ അല്ലെങ്കിൽ നമ്മൾ ഏറെ കൊതിക്കുന്ന ആളുകൾ, ഇഷ്ടപ്പെടുന്ന ആളുകൾ കടന്നു വരുമ്പോൾ നമ്മൾ എല്ലാവരോടും പറയുന്നു, വരുന്നുണ്ട്, ഒരുങ്ങണം, അങ്ങനെയാക്കണം, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പറയും. ഇതുപോലെ ഈ മാസത്തെ വരുന്നുണ്ട്, ഇത് ആഗതമാകുന്നുണ്ട് എന്നുള്ള നിലക്ക് ഒരുങ്ങുവാനും തയ്യാറെടുക്കുവാനുമുള്ള ഒരു പ്രോത്സാഹനവും ഒരു നിർദ്ദേശവുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. ഈ തയ്യാറെടുപ്പ് എങ്ങനെയാണ്? പലപ്പോഴും നമ്മളൊക്കെ റമദാൻ വരുമ്പോൾ നമ്മുടെ നാടുകളിൽ കൂടുതൽ കണ്ടുവരുന്ന ഒരു തയ്യാറെടുപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ വീടുകളാണെങ്കിലും പള്ളികളാണെങ്കിലും ഒക്കെ അത് കൂടുതൽ നമ്മൾ വൃത്തിയാക്കുന്നു. അതുവരെ വൃത്തിയാക്കാത്ത സ്ഥലങ്ങളും വസ്തുക്കളും അതുപോലെ തന്നെ എല്ലാം അത് കൂടുതൽ വൃത്തിയാക്കുന്നതിനും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് നമ്മൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നു. വൃത്തി എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എപ്പോഴും വേണ്ടതാണ്. അവന്റെ ശരീരമാണെങ്കിലും വസ്ത്രമാണെങ്കിലും അവൻ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണെങ്കിലും അവന്റെ വസ്തുക്കളാണെങ്കിലും എല്ലാം വൃത്തിയിൽ കൊണ്ടു നടക്കാൻ ഇസ്ലാം അവനോട് നിഷ്കർഷിക്കുന്നുണ്ട്. കാരണം അത് ഈമാനിന്റെ ഭാഗമാണ്, ഒരു മനുഷ്യന് വൃത്തിയുണ്ടാകുക എന്നുള്ളത്. എന്നാൽ അതിനപ്പുറം മാനസികമായി തയ്യാറെടുക്കുവാനും തന്റെ ചുറ്റുപാടുകൾ അതിനനുസരിച്ചുകൊണ്ട് അതിനനുകൂലമാകുന്ന രീതിയിൽ മാറ്റിക്കൊണ്ടുവരുവാനുമുള്ള ഒരു തയ്യാറെടുപ്പ്, അതാണ് അനിവാര്യമായിട്ടും ഉണ്ടാകേണ്ടത്. പലപ്പോഴും മറ്റു തിരക്കുകൾക്കിടയിൽ ഈ ഒരു തയ്യാറെടുപ്പിന് നമുക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് നമ്മൾ സമയം കണ്ടെത്തുകയോ അതിനെപ്പറ്റി നമ്മൾ ആലോചിക്കുകയോ ചെയ്യുന്നില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മഅരിഫത്തു ഫളാഇൽ വ ഖസാഇസ് ശഹ്റിൽ കരീം, ഈ മാസത്തിന്റെ മഹത്വം എന്താണ്, ഇതിന്റെ ശ്രേഷ്ഠതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഏതൊരു കാര്യത്തെയും അത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്കത് കൃത്യമായി ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നത്.
വളരെ വില കൂടിയ വസ്തുക്കൾ ഒരു പക്ഷേ ഉപയോഗിക്കും. പക്ഷെ അതിലെന്തെല്ലാം തനിക്ക് സൗകര്യങ്ങളുണ്ട്, അതുകൊണ്ട് തനിക്ക് എന്തെല്ലാം നേട്ടങ്ങളുണ്ട് എന്ന് അറിയാത്തവരാൽ ആ വസ്തു സ്വന്തമാക്കി എന്നതുകൊണ്ട് അയാൾക്ക് പ്രത്യേകിച്ച് അതിലൂടെ നേട്ടമൊന്നും ലഭിക്കുന്നില്ല. സാധാരണ പോലെ തന്നെ എന്താണ് അതിലുള്ളത് അത് അയാൾ ഉപയോഗിക്കുന്നു. അതിന് മുമ്പുണ്ടായിരുന്ന വസ്തു അയാൾ എന്താണോ ഉപയോഗിച്ചിരുന്നത് അതേ ഉപയോഗങ്ങൾ നടക്കുന്നു. മറ്റൊന്നും അയാൾക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് അറിഞ്ഞുകൂടാ. അതിനെന്തെല്ലാം സൗകര്യങ്ങളുണ്ട് എന്നുള്ളത് അയാൾക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം ആ വസ്തു വാങ്ങിച്ചു, ഇത്രയും വില അയാൾ മുടക്കി എന്നുള്ളത് കൊണ്ട് അയാൾക്ക് പ്രത്യേകിച്ച് യാതൊരു കാര്യവും ലഭിക്കുന്നില്ല. റമദാനും ഇങ്ങനെയായിക്കൂടാ. മറ്റു 11 മാസങ്ങളിലും നമ്മൾ നമസ്കരിച്ചിരുന്നു, അതേ നമസ്കാരം തന്നെ. അല്ലെങ്കിൽ ഏതാനും നോമ്പുകൾ നമ്മൾ നോട്ടിരുന്നു, ഏതാനും ഖുർആനിന്റെ ഭാഗങ്ങൾ നമ്മൾ ഓതിയിരുന്നു. അതല്ല, അതിനപ്പുറമുള്ള കാര്യങ്ങൾ ഇതിലെന്തെല്ലാം തനിക്ക് നേടിയെടുക്കുവാൻ സാധിക്കും, എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തുവാൻ കഴിയും, ഇതിലൂടെ എനിക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയും, ഇതിന്റെ മഹത്വങ്ങൾ എന്തൊക്കെയാണ്, ശ്രേഷ്ഠതകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോഴാണ് നമുക്ക് ഇതിന് വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ ഒരുങ്ങുവാനും ഉപയോഗപ്പെടുത്തുവാനും സാധിക്കുക. രണ്ടാമത്തേത്, നമുക്കുണ്ടാകേണ്ടത് സത്യസന്ധമായിട്ടുള്ള ഒരു കരുതലാണ്, നിയ്യത്താണ്. വായ കൊണ്ട് പറയുന്ന ആ ഒരു നിയ്യത്തല്ല. നോമ്പെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് മദ്രസകളിലും മറ്റും നമ്മൾ മുമ്പ് പഠിച്ച നിയ്യത്തോർമ്മ വരും. അവയിത്തു സൗമഹദിനതായി ഫർദ് റമദാനി, ആ നിയ്യത്തിനെ പറ്റിയല്ല. മനസ്സിൽ നിന്നുള്ള ഒരു കരുതൽ, എനിക്കെന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ നടപ്പിലാക്കും, ഞാൻ കൊണ്ടുവരുമെന്നുള്ള ആ ഒരു ഉദ്ദേശവും കരുതലും. മൂന്നാമത്തേത്, ഈ മാസത്തിലേക്ക് കടന്നു വരുമ്പോ, അല്ലെങ്കിൽ മാസം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ മൂന്നാമത്തേതായിട്ട് നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അത്തൗബത്തു ഇലല്ലാഹി തആല, അല്ലാഹു തആലയിലേക്കുള്ള ആ ഒരു തൗബയാണ്. നമ്മുടെ മനസ്സിനെ നന്നാക്കുക, അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തികളെ നന്നാക്കുക, ആ ഒരു തൗബയുടെ കാര്യമാണ്. നാലാമത്തേത് സലാമത്തുൽ ഖൽബ്, നമ്മുടെ ഹൃദയം അത് പരിശുദ്ധമാക്കി കളങ്കമില്ലാത്ത രീതിയിൽ സുരക്ഷിതമാക്കി നിർത്തുക എന്നതാണ്. ഈ 4 കാര്യങ്ങളെയും നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ റമദാനിന് വേണ്ടി നമ്മൾ ഒരുങ്ങി എന്ന് പറയാം. ഇത് നമുക്ക് ഉണ്ടാക്കുവാൻ സാധിച്ചില്ല എങ്കിൽ നമ്മൾ വീട് പെയിന്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ വീട്ടിലുള്ള എല്ലാ വസ്തുക്കളും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഭക്ഷണത്തിന് വേണ്ട സാമഗ്രികൾ ഒരുക്കിയിട്ടുണ്ട്. അതെല്ലാം ഭൗതികമായിട്ടുള്ള ഒരുക്കങ്ങൾ മാത്രമാണ്. ഈമാനികമായ ആത്മീയമായ ആ ഒരു ഒരുക്കം, ദീനിയായിട്ടുള്ള ആ ഒരു ഒരുക്കം, അത് നമ്മൾ ഒരുങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പറഞ്ഞത് ഇതിന്റെ ഫലായിലുകൾ മനസ്സിലാക്കലാണല്ലോ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അഫ്ളൽ ശുഹൂർ, മാസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായ മാസമാണ്, ഏറ്റവും ശ്രേഷ്ഠമായ മാസം. അല്ലാഹുവിന്റെ അടുക്കൽ അവൻ ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മുതൽ 12 മാസങ്ങളാണ് എന്ന് ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും ശ്രേഷ്ഠമായി വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഹൈറായ മാസം വിശ്വനാഥൻ പറഞ്ഞത് എങ്ങനെയാണ്, അവർക്ക് ഏറ്റവും ഹൈറായത്. എന്നാൽ മുനാഫിക്കുകളായ ആളുകളെ സംബന്ധിച്ചിടത്തോളമോ അവർക്ക് ഏറ്റവും ഷർറായത്. 2 നിലക്ക്. ഒന്ന്, അവർക്ക് അവരുടെ ജീവിതത്തിൽ ഇതുമൂലമുണ്ടാകുന്ന പ്രയാസങ്ങളെ ഓർത്തുകൊണ്ട് അവർക്കതിനോട് താല്പര്യമില്ല. ഒന്ന്, ആ നിലക്ക് അവർ ഹൈറാകുന്നു. മറ്റേത് ഏറ്റവും ശ്രേഷ്ഠമായ ആ ഒരു സമയവും സന്ദർഭവും ഒക്കെ അവർക്ക് ലഭിച്ചിട്ടും അതിനോട് അവർ വിമുഖത കാണിക്കുകയും മാനസികമായി താല്പര്യമില്ലാതിരിക്കുകയും അതിനെ ഉപയോഗപ്പെടുത്താതിരിക്കുകയും ചെയ്യുക വഴി അവർക്ക് പരലോകത്ത് വരാനിരിക്കുന്ന ആ ഒരു ഷർറ് എന്ന് പറയുന്നത്. അങ്ങനെ 2 നിലക്കും അവർക്കത് ഷർറാണ്. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളമോ അവർക്കത് ഖൈറുമാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പൊ റമദാൻ ഏറ്റവും അഫ്ളലായ മാസമാണ്. മാത്രമല്ല പരിശുദ്ധ ഖുർആനിൽ ഈ 12 മാസങ്ങളുണ്ട് എന്ന് പറഞ്ഞെങ്കിലും ഒരു മാസത്തിന്റെയും പേര് പറഞ്ഞിട്ടില്ല. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 പവിത്രമായ മാസങ്ങളാണെന്ന് പറഞ്ഞു. അത് ഏതെല്ലാമാണ് പവിത്രമായ മാസങ്ങൾ? നമുക്ക് ഹദീസുകളിൽ നിന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഹജ്ജിനെ പറ്റി ഖുർആൻ ഒരുപാട് വിശദമായി പറഞ്ഞു. നോമ്പിനെ പറ്റി പറഞ്ഞതുപോലെയൊന്നുമല്ല, വിശദമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്നാൽ ഹജ്ജ് എപ്പോഴാണ്, ഏത് മാസത്തിലാണ്? അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത്. ഹജ്ജ്
അത് അറിയപ്പെട്ട മാസങ്ങളിലാണ്. അതിന്റെ മാസങ്ങൾ എന്നുള്ളത് അറിയപ്പെട്ടതാണ്. ഏതൊക്കെയാണ് ആ അഷ്ഹുറും മഅലൂമാത്ത്? അറിയപ്പെട്ട മാസങ്ങൾ ഏതെല്ലാമാണ്? ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഖുർആൻ ആ മാസങ്ങളിൽ ഒന്നിന്റെയും പേര് പറഞ്ഞിട്ടില്ല. പരിശുദ്ധ ഖുർആൻ ആകെ പേര് പറഞ്ഞത് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ എന്നുള്ള ഈ മാസത്തിന്റെ പേര് മാത്രമാണ് എന്ന് തന്നെ ആ മാസത്തിന്റെ ശ്രേഷ്ഠതയും മഹത്വവും നമുക്ക് മനസ്സിലാക്കുവാൻ പര്യാപ്തമായ ഒന്നാണ്. റമദാൻ എന്നുള്ള പേരിന്റെ അർത്ഥം, ആ വാക്കിന്റെ അർത്ഥം തന്നെ ധരിച്ചു കളയുന്നത് എന്നാണ്. ധരിച്ചു കളയുന്നത് അത് കേവലം ഭൗതികമായി കരിക്കല് മാത്രമല്ല, മറിച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ നിന്നും കരിക്കേണ്ടതിനെയെല്ലാം അത് കരിച്ചു കളയുന്നു. അവന്റെ മഗ്ഫിറത്ത് നൽകിക്കൊണ്ട്, അവന്റെ തെറ്റുകൾ പുറത്തു കൊടുത്തുകൊണ്ട്, അതുപോലെ തന്നെ അവന്റെ പാപമോചനം നൽകിക്കൊണ്ട് അവന്റെ തെറ്റുകൾ ഇല്ലാതെയായി പോകുന്നു. അങ്ങനെയുള്ള ഒരു പ്രത്യേകത കൂടി ഇതിന്റെ പേരിൽ തന്നെയുണ്ട് എന്നതാണ്. മാത്രമല്ല മറ്റൊരു മഹത്വം എന്ന് പറയുന്നത് പറഞ്ഞു, ഈ മാസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ വേദഗ്രന്ഥങ്ങളും അവതരിപ്പിച്ചത്. അവന്റെ വേദഗ്രന്ഥങ്ങളെ അവതരിപ്പിക്കുവാൻ അല്ലാഹു തെരഞ്ഞെടുത്ത മാസം അത് ഈ മാസത്തിന്റെ പ്രത്യേകതയാണ്. ഉൻസിലത്ത് സുഹുഫ് ഇബ്രാഹിം അലൈഹിസ്സലാം ഫി അവ്വലി ലൈലത്തിൻ മിൻ റമദാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കാണാം, റമദാനിന്റെ ഒന്നാമത്തെ ദിവസത്തിലാണ്, രാത്രിയിലാണ് അല്ലാഹു സുബ്ഹാനഹു തആല മൂസാ നബിക്ക് ഏടുകൾ അവതരിപ്പിച്ചു കൊടുത്തത്. അതുപോലെ തന്നെ ആ ഹദീസിൽ തന്നെ കാണാം, വഉൻസിലത്തി തൗറാത്തു ലിസിത്തിൻ മദൈന മിൻ റമദാൻ. റമദാനിലെ ആദ്യത്തെ 6 ദിവസങ്ങൾക്ക് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു തആല തൗറാത്ത് അവതരിപ്പിച്ചത്. വഉൻസിലത്തിൽ ഇൻജീലു ലിസലാസഅശറത്തിൻ ഖലത്ത് മിൻ റമദാൻ. റമദാനിൽ നിന്നും 13 കഴിഞ്ഞതിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇൻജീൽ അവതരിപ്പിച്ചത്. വഉൻസിലൽ സബൂറു ലിസമാനഅശറത ഖലത്ത് മിൻ റമദാൻ. റമദാനിൽ നിന്നും 18 ദിവസങ്ങൾക്ക് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു തആല സബൂർ അവതരിപ്പിച്ചത് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമക്കുള്ള. വഉൻസിലൽ ഖുർആനു ലി24 ഖലത്ത് മിൻ റമദാൻ. റമദാനിൽ നിന്നും 24 കഴിഞ്ഞതിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനുൽ അലീമിനെ അവതരിപ്പിച്ചത്. അപ്പൊ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ വേദഗ്രന്ഥങ്ങളെ അവതരിപ്പിക്കുവാൻ തെരഞ്ഞെടുത്ത മാസം, പ്രത്യേകിച്ച് അവസാനത്തെ വേദഗ്രന്ഥമായ കിതാബായ പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ചത് അതൊക്കെ ഈ റമദാനിലാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, നാം അതിനെ അവതരിപ്പിച്ചത് ഖദ്റിന്റെ രാത്രിയിലാണ്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. അത് ഈ ദിവസത്തിന്റെ, ഈ മാസത്തിന്റെ പ്രത്യേകതയാണ്. അതിൽ ആ രാത്രിയുണ്ട്, ഖുർആൻ ഇറങ്ങിയ രാത്രി. ആ രാത്രിയുടെ പ്രത്യേകത ലൈലത്തുൽ ഖദ്ർ ഖൈറുൻ മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളെക്കാളും അതിനുമപ്പുറം ശ്രേഷ്ഠതയുള്ള ഒരൊറ്റ രാത്രി അത് ഈ മാസം ഉൾക്കൊള്ളുന്നു എന്നത് തന്നെ ഈ മാസം എത്രമാത്രം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് അനുകൂലമായതാണ്, അവന് ഖൈറായതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണ്, ഏറ്റവും അനുഗ്രഹീതമായ ഒരു രാത്രിയിലാണ്, വളരെ മുബാറക്കായ ബർക്കത്തുള്ള ഒരു രാത്രിയിലാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ പരിശുദ്ധ ഖുർആനിൽ അവതരിപ്പിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ഒരു രാത്രി ഈ മാസം ഉൾക്കൊള്ളുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മാസം സമാഗതമാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, ഭൂമി ലോകത്ത്, ആകാശ ലോകത്ത് എല്ലാം അതിൻ്റെതായ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് നമ്മൾ അറിയുന്നില്ല എന്നുള്ളത് എന്നേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആദ്യത്തെ ആ ഹദീസ് ആദ്യം നമ്മൾ കേട്ടല്ലോ. ആകാശത്തിന്റെ വാതിലുകൾ, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നു, നരകവാതിലുകൾ അടക്കപ്പെടുന്നു, പിശാചുക്കൾ അല്ലാഹു ബന്ധിപ്പിക്കുന്നു. വാനലോകത്ത് നിന്ന് വിളിച്ചറിയുന്ന ഒരാൾ വിളിച്ചു പറയുന്നു, യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ വയാ ബാഗിയൽ ശർ അദ്ബിർ. നന്മ ഉദ്ദേശിക്കുന്ന ആളുകളെ നിങ്ങൾ മുന്നോട്ട് വരൂ, തിന്മയെ ഉദ്ദേശിക്കുന്നവരെ നിങ്ങൾ പിറകോട്ട് മാറിപ്പോകണം. ഇങ്ങനെ ആകാശലോകത്തും ഭൂമിയിലും ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. നമ്മൾ ശ്രദ്ധിക്കുന്നതും കാണുന്നതും ഇവിടെ നടക്കുന്ന ഭൗതികമായ കാര്യങ്ങളാണ്, നമ്മുടെ കച്ചവടങ്ങളും ജീവിതത്തിലുള്ള മറ്റു സമയമാറ്റങ്ങളും. അത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മാസം എന്നുള്ളത് ഇന്നഹു ശഹ്റുൽ ഖിയാമി വത്തറാവീഹ്. ഇത് രാത്രി നമസ്കാരത്തിന്റെ മാസമാണ്, ഒരുപാട് നമസ്കാരങ്ങളുടെ മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി.
ആരെങ്കിലും ഈ മാസത്തിൽ അള്ളാഹുവിൽ നിന്ന് ഈമാനോടുകൂടെ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അവൻ രാത്രി നമസ്കരിക്കുകയാണെങ്കിൽ അവന്റെ തെറ്റുകൾ അള്ളാഹു കഴിഞ്ഞതെല്ലാം പുറത്തു കൊടുക്കും. മറ്റൊരിക്കലും സ്വല്ലാഹു പറഞ്ഞത് എങ്ങനെയാണ്? ഇമാമിനോടൊപ്പം ഒരാൾ രാത്രി നമസ്കരിക്കുകയാണ്. അത് റമദാനിൽ മാത്രമുള്ള നിസ്കാരമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയായി 3 ദിവസം കാണിച്ചു തന്നതാണ് രാത്രി ജമാഅത്തായി നമസ്കരിക്കുന്നത്. അങ്ങനെ ഒരാൾ ആ ഇമാമ് പിരിയും വരെ ഇമാമിന്റെ കൂടെ നമസ്കരിച്ചു എങ്കിൽ കുത്തിബലഹു ഖിയാമുൽ ലൈല, ആ രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് രേഖപ്പെടുത്തി കൊടുക്കുമെന്നാണ്. അയാൾ 8 റക്അത്താണ് നമസ്കരിച്ചിട്ടുള്ളത്, അല്ലെ 11 റക്അത്താണ് അയാൾ നമസ്കരിച്ചത്. ഇമാമിന്റെ കൂടെ മുഴുവനായി അയാൾ നമസ്കരിച്ചാൽ അയാൾക്ക് ആ രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. അതുപോലെ ഈ മാസത്തിന്റെ ഒരു പേര് തന്നെയാണ് ഷഹ്റുൽ മഗ്ഫിറ, പാപമോചനത്തിന്റെ മാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് നൽകുന്ന മാസം. റമദാൻ ഇലാ റമദാൻ മുകഫ്ഫറാത്തുൻ ബൈനഹുന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു റമദാൻ അയാൾക്ക് തൊട്ട് അടുത്ത റമദാൻ കൂടി ലഭിക്കുമ്പോൾ അതിന്റെ ഇടയിലുള്ള തെറ്റുകൾ പൊറുക്കപ്പെടാൻ കാരണമാകുന്നതാണ്, പര്യാപ്തമായതാണ്, മതിയായതാണ് ഒരു റമദാൻ ലഭിക്കുക എന്നുള്ളത്. അപ്പൊ റമദാൻ ഒരു വർഷത്തെ തെറ്റുകൾ പൊറുക്കാൻ കാരണമാകുന്ന അങ്ങനെയുള്ള തക്ഫീറിന്റെ മുകഫ്ഫറാത്തിന്റെ മാസമാണ്, പാപമോചനത്തിന്റെ മാസമാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആ മാസത്തിൽ ഒരാൾ അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് ഈമാനോടെ നോമ്പ് രക്ഷിച്ചാൽ അവന്റെ തെറ്റുകൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്നുള്ള ഓഫറാണ്. കഴിഞ്ഞ തെറ്റുകൾ, ആ ഓഫർ നമ്മൾ ആഗ്രഹിക്കുക, അത് നമ്മൾ പ്രതീക്ഷിക്കുക, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നരകമോചനത്തിന്റെ മാസം ഈ മാസത്തിന്റെ പ്രത്യേകതയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, വലില്ലാഹി മുസഖാഉ മിനന്നാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസത്തിൽ ഒരുപാട് ആളുകൾക്ക് നരകമോചനം നൽകുന്നു. വദാലിക കുല്ല ലൈല, അത് എല്ലാ രാത്രിയിലും ഉണ്ട് എന്നാണ്. ഓരോ രാത്രി പിന്നിടുമ്പോഴും ഒരുപാട് ആളുകൾ സ്വർഗപ്രവേശനം നേടുന്നു. നരകമോചനത്തിന് അർഹരായി സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന രീതിയിലേക്ക് അവർ മാറുന്നു, അല്ലെങ്കിൽ അതിന് അർഹരായി തീരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തീരുമാറാകട്ടെ. അതുപോലെ ഇതിന്റെ അവസാനത്തെ 10 ദിവസങ്ങൾ ഒരു വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ 10 രാവുകൾ ഉൾക്കൊള്ളുന്ന ദിവസങ്ങളാണ്. കാരണം ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ലൈലത്തുൽ ഖദ്ർ ഉൾക്കൊള്ളുന്നത് അതിന്റെ അവസാനത്തെ റമദാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളിലാണ്. പ്രത്യേകിച്ചും അതിന്റെ അവസാനത്തെ ഒറ്റയിട്ട രാവുകൾ എന്ന് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി തയ്യാറെടുത്തിരുന്ന മറ്റൊരു സമയത്തും ബാക്കിയുള്ള വർഷത്തിലെ ദിവസങ്ങളിലും രാത്രികളിലോ ഒന്നും കാണാത്ത തയ്യാറെടുപ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ദിവസങ്ങളും സമയങ്ങളുമായി. അങ്ങനെ ഒരുപാട് എണ്ണിയാൽ ഒടുങ്ങാത്ത മഹത്വങ്ങളും ശ്രേഷ്ഠതകളുമുള്ള ദിവസങ്ങളും സമയങ്ങളും ഒരു വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നതാണ് അവനെ കൂടുതൽ ഈമാനികമായി ആവേശം ഉണ്ടാക്കി തീർക്കുന്നത്. റമദാൻ അവന് കൂടുതൽ ആവേശം നൽകുന്നതാക്കി തീർക്കുന്നത്, റമദാനിന് വേണ്ടി ഒരുക്കണമെന്നും തയ്യാറെടുക്കണമെന്നും അവനെ ചിന്തിപ്പിക്കുന്നത്, അവന്റെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളെയും അവന്റെ കാര്യങ്ങളെയും എല്ലാം ചിട്ടപ്പെടുത്തണമെന്നുള്ളത് അവനെ പ്രേരിപ്പിക്കുന്നത്, അതെല്ലാം ഇതിന്റെ ഫളായിലുകളും ഇതിന്റെ ഖസായിസുകളും അവൻ അറിയുമ്പോഴും മനസ്സിലാക്കുമ്പോഴും അത് ഉൾക്കൊള്ളുമ്പോഴുമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സദാ നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين. أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിൽ തഖ്വയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് പ്രധാന ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ ആദ്യമായി കൊടുക്കുന്ന ഒരു ഹദീസാണ്, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. നമ്മളൊക്കെ കേട്ട് നമുക്ക് മനഃപ്പാഠമുള്ള ഹദീസാണ്. തീർച്ചയായും അമലുകൾ നിയ്യത്തനുസരിച്ചാണ്. ഓരോ മനുഷ്യനും ലഭിക്കുക അവൻ എന്താണോ നിയ്യത്ത് ചെയ്തത് അതിനനുസരിച്ചായിരിക്കുമെന്നുള്ളത്.
നമ്മൾ റമദാൻ ഉപയോഗപ്പെടുത്താൻ ഏറ്റവും പ്രധാനമായി ഒന്ന് നമുക്ക് ആത്മാർത്ഥമായി നിയ്യത്തുണ്ടാകണമെന്ന് പറഞ്ഞത്. അപ്പൊ ആ ഒരു നിയ്യത്ത്, ആ ഒരു കരുതൽ നമ്മളിൽ ഉണ്ടാകണം. ഞാൻ ഈ വർഷത്തെ റമദാനിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും, ഇൻഷാ അല്ലാഹ് എനിക്കത് ചെയ്യണം. അത് നമ്മുടെ സ്വതക്കയുടെ മേഖലയാകാം, നിസ്കാരത്തിന്റെ മേഖലയാകാം, ഖുർആൻ പാരായണത്തിന്റെ മേഖലയിലാകാം, നോമ്പ് നോൽക്കുന്ന കാര്യങ്ങളിൽ, അങ്ങനെ ഏതെല്ലാം പുണ്യപ്രവർത്തികളുണ്ടോ ആ പ്രവർത്തികളിലേക്കൊക്കെയുള്ള ഒരു കരുതൽ. ആ കരുതലിന്റെ പ്രത്യേകത ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറയുന്നു, യാ ബുനയ്യ അൻവിൽ ഖൈറ, മകനെ നീ ഖൈറിനെ നീ കരുതുക, നിയ്യത്ത് വെക്കുക. ഫഇന്നക മാ തസാലു ബിഖൈറിൻ മാ നബൈതൽ ഖൈർ. കാരണം നീ ഒരു ഖൈർ ഉദ്ദേശിച്ചിടത്തോളം, നീ കരുതുന്ന കാലം അത്രയും നീ ഖൈറിലായിരിക്കും. ഒരു ഖൈറിന്റെ അതിനോടുള്ള ഒരു കരുതൽ, മനസ്സിനോടൊരു ഉദ്ദേശം നമ്മുടെ ഉള്ളിടത്തോളം, ആ ഒരു ഉദ്ദേശവും ഇല്ലെങ്കിൽ ഖൈറിലല്ല എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു താല്പര്യവും ആ ഒരു മനസ്സും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, ഇന്നല്ലാഹ കതബൽ ഹസനാത്ത്, അല്ലാഹു സുബ്ഹാനഹു തആല നന്മകളെയൊക്കെ രേഖപ്പെടുത്തി, തിന്മകളെയും. സുമ്മ ബയ്യന ദാലിക, പിന്നെ അത് അല്ലാഹു സുബ്ഹാനഹു തആല വിശദീകരിച്ചു തന്നു, ആ നന്മകൾ ഏതൊക്കെയാണ്, തിന്മകൾ ഏതൊക്കെയാണ് എന്ന്. ഫമൻ ഹമ്മ ബിഹസന, അതിൽപ്പെട്ടതാണ് ആരെങ്കിലും ഒരാൾ ഒരു നന്മ ഉദ്ദേശിച്ചു, ഫലം യഅമൽഹ, അവനത് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ കതബഹല്ലാഹു ലഹു ഇൻദഹു ഹസനത്തുൻ കാമില, അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ അടുക്കൽ അതൊരു പൂർണ്ണമായ ഹസനത്തായി രേഖപ്പെടുത്തുമെന്നാണ്. അയാൾ ആ നന്മ ചെയ്തിട്ടില്ല, അയാൾ ആ നന്മ ഉദ്ദേശിച്ചിരുന്നു, അതുപോലും അല്ലാഹു നന്മയാക്കി അവനെ രേഖപ്പെടുത്തി കൊടുത്തു. നമ്മൾ നോമ്പ് നോൽക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് താല്പര്യമുണ്ട്, നമ്മൾ ഉദ്ദേശിക്കണം, എനിക്ക് ഈ മാസം ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, മുഴുവനും നോമ്പ് നോൽക്കണം, അതുപോലെ തന്നെ എന്റെ സമ്പത്തിൽ നിന്ന് ഇത്ര ഒരു ഭാഗം എനിക്ക് സ്വതക്ക കൊടുക്കണം, അതുപോലെ തന്നെ ഇന്ന കാര്യങ്ങൾ ഇത്ര നോമ്പ് അതിന് സ്വതക്കയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളൊരു താല്പര്യം, ആ ഒരു നിയ്യത്ത് ഒരുപക്ഷെ നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിച്ചില്ല എന്ന് വന്നേക്കാം. അങ്ങനെയൊക്കെ ഉണ്ടാകാം. നോമ്പിന്റെ തൊട്ട് മുമ്പ് രോഗബാധിതരായി പോകുന്ന ആളുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ ഖത്തീബിന്റെ സഹോദരൻ രോഗമായി ഹോസ്പിറ്റലായത് കാരണമാണ് അദ്ദേഹം ഇന്ന് വരാതിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന് എത്രയും വേഗം പൂർണ്ണമായ ശിഫ നൽകുമാറാകട്ടെ. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകും. അവിടെയൊക്കെ നമുക്ക് നന്മയായി വരുന്നത് നമ്മുടെ ആ കരുതലാണ്. ആ കരുതൽ കൂടി ഇല്ലായെങ്കിലും അത് നമുക്ക് നഷ്ടപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ മരിദൽ അബ്ദു, ഒരു അടിമ രോഗിയായാൽ, ഔ സാഫർ, അല്ലെങ്കിൽ അയാൾ യാത്രക്കാരനായി മുസാഫിറായി എങ്കിൽ, കുതിബ ലഹു മിസ്ല മാ കാന യഅമലു മുഖീമൻ സ്വഹീഹ, അയാൾ ആരോഗ്യമുള്ള അവസരത്തിൽ അയാൾ ആ അമൽ ചെയ്തിരുന്ന പോലെ, അല്ലെങ്കിൽ നാട്ടിലുണ്ടായിരുന്നപ്പോൾ ആ അമൽ ചെയ്തിരുന്നത് പോലെയുള്ള പ്രതിഫലം അയാൾക്ക് ലഭിക്കും. യുദ്ധത്തിന് പോകാതെ മാറി നിന്ന ആളുകളുണ്ടായിരുന്നു. തബൂക്ക് യുദ്ധത്തിന്റെ അവസരത്തിൽ അവരെ പറ്റി സൂറത്ത് തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദമായി പറയുന്നുണ്ട്. അവര് പല കാരണങ്ങൾ പറഞ്ഞ് മാറിയിരുന്നു. പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പല ഉദറുകളും പറഞ്ഞ് അവര് രക്ഷപ്പെട്ടു പോയി. എന്നാൽ അവരുടെ തനി സ്വഭാവങ്ങൾ, ആ മുനാഫിഖുകളുടെ തനി സ്വഭാവങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അത്തൗബയിൽ വിശദമായി അല്ലാഹു പ്രതിപാദിക്കുന്നുണ്ട്. അതിലല്ലാഹു പറയുന്നു, അവരെങ്ങാനും നേരത്തെ പോകണമെന്ന് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരതിനു വേണ്ടി തയ്യാറെടുക്കുമായിരുന്നു. എന്നാൽ അവരെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ തൽക്കാലം നേരെ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം പറഞ്ഞിട്ട് അവരങ്ങനെ മാറിപ്പോയി. ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരതിന് തയ്യാറെടുക്കുമായിരുന്നു. അപ്പൊ ഉദ്ദേശം നേരത്തെ ഉണ്ടാകണം. അതാണത് പറയപ്പെടുന്നത്, അതാണ് അതിന്റെ താല്പര്യം. അപ്പൊ നമ്മുടെ ആ ഒരു നിയ്യത്ത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതാണ് ഈ റമദാനിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ട രണ്ടാമത്തെ കാര്യം, അന്നിയ്യത്തു സ്വാലിഹ അസ്വാദിഖ, സത്യസന്ധമായ ഇഖ്ലാസോടെയുള്ള നിയ്യത്ത്. മൂന്നാമതായി അത്തൗബത്തു ഇലല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള തൗബ. ആ തൗബയോടെ ആയിരിക്കണം നമ്മൾ അല്ലാഹുവിലേക്ക് അമലുകളുമായി അടുക്കുവാൻ ശ്രമിക്കേണ്ടത്. നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ കാര്യങ്ങൾ
തൗബ എന്ന് പറയുമ്പോൾ അതല്ല നമ്മുടെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, നമ്മുടെ നോട്ടങ്ങളിൽ, അതുപോലെ നമ്മുടെ കൈകൾ കൊണ്ട്, നമ്മുടെ കാലുകൾ കൊണ്ട്, നമ്മുടെ മറ്റു അവയവങ്ങൾ കൊണ്ട് ഒക്കെ അല്ലാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടാത്ത, അവന് വെറുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ. അതൊക്കെ അല്ലാഹുവിനോട് മാഫിരന്നുകൊണ്ട്, പൊറുക്കലിനെ തേടിക്കൊണ്ട് പരിശുദ്ധമായ മനസ്സോടെ നമുക്ക് റമളാനിലേക്ക് പ്രവേശിക്കാൻ സാധിക്കണം. ഏറ്റവും അവസാനത്തേത് സലാമത്തുൽ ഖൽബ്, ഹൃദയത്തിനുള്ള ആ ഒരു സലാമത്ത് എന്നതാണ്. സലാമത്ത് എന്ന് പറയുമ്പോൾ അവിടെ കളങ്കങ്ങളില്ലാതെ, വിദ്വേഷമോ അസൂയയോ ഇല്ലാതെ സത്യസന്ധമായ നിലയ്ക്ക് ഇപ്പോഴാണ് റമളാനൊക്കെയാണ് വരുന്നത്. അപ്പോഴും വീട്ടിൽ പോലും മക്കളോട് അല്ലെങ്കിൽ മാതാപിതാക്കളോട് നല്ല നിലയിൽ അവരോട് മിണ്ടാൻ പോലുമില്ലാതെ, അതല്ലെങ്കിൽ അവരോട് പിണക്കത്തിലായി കഴിയുന്ന ആളുകളുണ്ട്. അയൽവാസിയോട് പിണക്കത്തിലായി, അതുപോലെ തന്നെ തന്റെ കൂട്ടുകാരോട്, ബന്ധുക്കളോട്. എന്ത് നേട്ടമാണതിൽ ലഭിക്കാനുള്ളത്? യാതൊന്നും തന്നെയില്ല. പ്രശ്നങ്ങളുണ്ടാകും. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചതിന് ശേഷം എല്ലാം ഇല്ലാതെയായിട്ട് നമുക്ക് മിണ്ടാം, പ്രശ്നമൊക്കെ തീർക്കാം, അതൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. പല പ്രശ്നങ്ങളായി തന്നെ നിലനിൽക്കും. അവിടെയെല്ലാം അതിന് ഈമാനം കൊണ്ട് മറികടന്നുകൊണ്ട് നമുക്കിടയിൽ മാനസികമായിട്ടുള്ള വിദ്വേഷങ്ങളോ അകൽച്ചകളോ ഇല്ലാതെ ജീവിക്കുവാനും ആളുകളുമായി ബന്ധപ്പെടാൻ സാധിക്കണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ എന്നോട് വിട്ടുവീഴ്ച കാണിക്കണേ, എനിക്ക് മാപ്പാക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് മാപ്പാക്കുകയും നമുക്ക് വിട്ടുവീഴ്ച ചെയ്യുകയും നമുക്ക് പുറത്തു തരികയും ഒക്കെ ചെയ്യുകയുള്ളൂ. ആ നിലക്ക് നമ്മൾ റമളാനിന് വേണ്ടി ഒരുങ്ങുക. നമുക്ക് വേണ്ട പ്ലാനുകൾ, ആസൂത്രണങ്ങൾ, നമ്മളെന്താണ്, നമ്മളെങ്ങനെയാണ്, എന്റെ ജോലി എങ്ങനെയാണ്, എന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, എന്റെ കുടുംബം എങ്ങനെയാണ്, അതൊക്കെ നമുക്ക് ഓരോരുത്തർക്കുമാണ് നമ്മളെ സംബന്ധിച്ച് അറിയുന്നത്. ആ ചുറ്റുപാടുകൾക്കും സാഹചര്യങ്ങൾക്കും ഒക്കെ അനുസരിച്ച് നമ്മൾ അതിനെ ക്രമപ്പെടുത്തുകയും നമ്മുടെ നമസ്കാരത്തിലൂടെ, ഖുർആൻ പാരായണത്തിലൂടെ, ദാനധർമ്മങ്ങളിലൂടെ, മറ്റു അനേകം പുണ്യപ്രവർത്തനങ്ങളിലൂടെ ഈ റമദാനിൽ അല്ലാഹുവിലേക്ക് കൂടുതലായി അടുക്കുവാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ഉപകാരപ്പെടുന്ന റമദാനായി ഈ റമദാൻ നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവിധ അമലുകളും നിർവഹിക്കുവാനുള്ള ആരോഗ്യവും ആഫിയത്തും ശക്തിയും അതുപോലെ എല്ലാ നിലക്കുമുള്ള തൗഫീഖും നൽകി അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ, കഴിഞ്ഞ റമദാനിൽ വരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അതിന്റെ മുമ്പെയുള്ള സമയങ്ങളിൽ നമ്മളിൽ നിന്നും വിട്ടുപോയ എല്ലാ വിശ്വാസികളായ നമ്മുടെ സഹോദരന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകുകയും അവരെയും നമ്മെയും സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أذل الشرك والمشركين، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.